ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂടുതൽ പേർക്കും ഈ ഒരു ടെക്നോളജിയെ പറ്റി അറിയാവുന്നതാണ്, പക്ഷേ അറിയാത്തവരും ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പം അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായിട്ട് കാണേണ്ടതാണ്. നമ്മുടെ ANC, ENC, അതുപോലെ തന്നെ ആംബിയൻ മോഡ് എന്നിവയെ പറ്റിയൊക്കെയുള്ള ഒരു ഷോർട്ട് വീഡിയോ ഒരുപാട് വിശദീകരിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മാക്സിമം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ANC, ENC അതുപോലെ തന്നെ ആംബിയൻ മോഡ് എന്താണെന്നുണ്ടെന്ന് നോക്കാം. ഈ 3 മോഡുകളും നമ്മുടെ ഹെഡ്ഫോണ് അല്ലെന്നുണ്ടെങ്കിൽ ഇയർബഡ്സ് അതിനകത്തെ വോയിസ് കൺട്രോൾ ഫീച്ചറുകളാണ്. അത് നമുക്ക് ANC എന്താണെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. ANC എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ്ഫോൺ അല്ലെന്നുണ്ടെങ്കിൽ ഇയർബഡ്സിലെ മൈക്രോഫോണുകൾ പുറത്തുനിന്ന് വരുന്ന ശബ്ദങ്ങൾ, നോയ്സിനെ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വിപരീതമായിട്ട് എന്ന് വെച്ചാൽ റിവേഴ്സ് ആയിട്ട് ഒരു സൗണ്ട് വേവ്സ് എന്ന് വെച്ചാൽ ശബ്ദ തരംഗം റിവേഴ്സ് ആയിട്ട് പുറപ്പെടുവിപ്പിച്ചിട്ട് ആ നോയ്സിനെ ഇത് റെഡ്യൂസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്നു. അതാണ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു ഉദാഹരണത്തോടെ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഒരു ബസ്സിനകത്ത് തിരക്കേറിയ റോഡിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പൊ നിങ്ങളൊരു ഓവർ ഇയർ ഹെഡ്സെറ്റിനകത്ത് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പാട്ട് കേട്ടോണ്ട് പോകുമ്പോൾ നമുക്ക് ഈ ഇയർഫോണിനകത്ത് ഈ പറയുന്ന പോലെ പുറത്ത് നിന്ന് ഇപ്പോൾ ബസ്സിനകത്ത് ആൾക്കാർ സംസാരിക്കുന്നത്, പുറത്തെ വാഹനങ്ങൾ പോകുന്ന ശബ്ദങ്ങൾ, ഹോൺ അടിക്കുന്ന സൗണ്ട്, അങ്ങനെ പല പല നോയ്സുകൾ നമുക്ക് ചെവിക്കുള്ളിലേക്ക് വരും. നമുക്ക് ഈ പാട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടും അനുഭവപ്പെടും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ഒരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മൈക്ക് ഈ ഒരു സൗണ്ടുകൾ കൺട്രോൾ ചെയ്യുകയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സോങ് വ്യക്തമായി കേൾക്കാനും സാധിക്കുന്നു. അതാണ് ANC കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. അടുത്ത് നമുക്ക് ENC എന്താണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. ENC എന്ന് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ കോൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശബ്ദം മറ്റുള്ള നോയ്സിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ട് കേൾക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് നമ്മുടെ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു. അതാണ് ENC എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് കോളിംഗ് പർപ്പസിന് വേണ്ടിയുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ഇപ്പം ജസ്റ്റ് ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുമായിട്ട് സംസാരിക്കുന്നു. ഇപ്പം നിങ്ങളൊരു ക്രൗഡ് ഒരുപാടുള്ള സ്ഥലത്താണ് ആളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ സംസാരിക്കുന്നത് ആൾക്ക് വ്യക്തമായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ENC ഉള്ള TWS അല്ലെങ്കിൽ ഹെഡ്ഫോണിനകത്തേ അത് പറ്റുകയുള്ളൂ. അപ്പം അവിടെ നടക്കുന്ന ക്രൗഡിന്റെ ശബ്ദങ്ങൾ ഇത് മൈക്രോഫോൺ വഴി ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സൗണ്ടുകൾ ഇത് കൺട്രോൾ ചെയ്തിട്ട് നമ്മളുടെ സൗണ്ട് മാത്രം അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മളുടെ സൗണ്ട് അവർക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നു. ആ ഒരു ടെക്നോളജിയാണ് ഈ ENC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആംബിയൻ മോഡ് അല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് മോഡെന്നും ഇതിന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ അല്ലെന്നുണ്ടെങ്കിൽ ഇയർഫോൺ ഇതിലെ മൈക്രോഫോൺ വഴി പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ നമ്മുടെ ചെവിക്ക് ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടെക്നോളജി. ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ പറയാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം രാവിലെ ഈ TWS ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റോഡിലൂടെ ഓടാൻ പോവുകയാണ്. അപ്പോൾ ANC പോലുള്ള ഹെഡ്ഫോൺ നമ്മളിപ്പോൾ ഓൺ ആക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തു നിന്നുള്ള സൗണ്ടുകൾ വരുന്നില്ല, വണ്ടി പാസ് ചെയ്യുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അത് ഭയങ്കര അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രാൻസ്പെറന്റ് മോഡ് നമ്മൾ ഓൺ ആക്കിയിട്ട് നമ്മൾ രാവിലെ പോകുകയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓടാൻ പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൂടെ പോകുന്ന വാഹനങ്ങൾ, ആൾക്കാർ സംസാരിക്കുന്നതെല്ലാം വ്യക്തമായിട്ട് തന്നെ നമുക്ക് കേൾപ്പിച്ചു തരുന്നു. ആ ഒരു ടെക്നോളജിയാണ് ഈ ഒരു ആംബിയൻ മോഡ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും നമുക്കിപ്പം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അനൗൺസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം ഈ പറയുന്ന തൊട്ട് നമുക്കിപ്പം ആൾക്കാരുമായിട്ട് ഇപ്പോൾ ഫാമിലിയായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ TWS ചെവിയിലുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പെറന്റ് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മോഡാണ് ഈ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ANC, ENC അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് മോഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇനി TWS അല്ലെങ്കിൽ ഹെഡ്ഫോണോ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മോഡ് വെച്ചിട്ടുള്ള ആണ് ആവശ്യം എന്ന് വെച്ചാൽ അത് തന്നെ പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ ചിലർക്ക് ANC മതിയായിരിക്കാം, ചിലർക്ക് കോൾ ചെയ്യാനായിരിക്കും ഇഷ്ടം, അപ്പോൾ അവർക്ക് ENC ആണ് വേണ്ടത്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളത് വാങ്ങുക. പിന്നെ ഈ 3 മോഡുകളും വരുന്ന TWS നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.